കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ്. ഇത് ശരീരത്തിലെ വിഷവസ്തുക്കളെ ഫിൽട്ടർ ചെയ്യുകയും ആവശ്യമായ രാസപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. കരളിന്റെ ആരോഗ്യസംരക്ഷണം നമ്മുടെ സമഗ്ര ആരോഗ്യത്തിനായി നിർണായകമാണ്. കരളിനെ സംരക്ഷിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ഹാനികരമായ ശീലങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഹെപ്പറ്റൈറ്റിസിനെതിരെ കുത്തിവയ്പ് എടുക്കുക, പതിവായി ആരോഗ്യപരിശോധന നടത്തുക എന്നിവ കരളിന് സുരക്ഷ നൽകും. കരൾ രോഗം ഉണ്ടാവാൻ മദ്യം മാത്രമാണ് കാരണമെന്ന് തോന്നുമെങ്കിലും അതല്ല സത്യാവസ്ഥ. മദ്യം കൂടാതെ 3 പ്രധാന ശീലങ്ങൾ കൂടി കരളിന് ഗുരുതരമായ ദോഷം വരുത്തും. 1. ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും ശരീരത്തിന് അപായകരമാണ്. ഇവയിൽ അമിതമായ കൊഴുപ്പ്, പഞ്ചസാര, ട്രാൻസ് ഫാറ്റ്, ഉപ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഈ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് (NAFLD) എന്ന രോഗത്തിന് വഴിവെക്കും. ജങ്ക് ഫുഡ് അമിതമായി കഴിക്കുന്നത് കരളിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കും. അമിതവണ്ണം, രക്തസമ്മർദ്ദം എന്നിവയും കൂടെ വരാം. പരിഹാരം: ആരോഗ്യത്തിനായി ധാന്യങ്ങൾ, പഴം, പച്ചക്കറി, കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ എന്നിവയിലേക്ക് മാറുക. 2. വേദനസംഹാരികളുടെ അമിത ഉപയോഗം. പാരസെറ്റമോൾ പോലുള്ള വേദനാശമന മരുന്നുകൾ ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഉപയോഗിക്കരുത്. ദീർഘകാലമായി അമിതമായി ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കരളിന്റെ കോശങ്ങൾ നശിപ്പിക്കും. അതുപോലെ ഹെർബൽ സപ്ലിമെന്റുകളും വിറ്റാമിനുകളും നിയന്ത്രണം ഇല്ലാതെ കഴിക്കുന്നത് ദോഷകരമാണ്. കരളിന്റെ പ്രധാന ജോലി വിഷവസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യലാണ്. അതിനാൽ അതിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. 3. അമിതവണ്ണം. വ്യായാമമില്ലാത്ത ജീവിതശൈലി അമിതവണ്ണത്തിനും കരൾ രോഗങ്ങൾക്കും വഴിയൊരുക്കും. അടിവയറ്റിൽ കൊഴുപ്പ് അടിയുന്നത് വലിയ പ്രശ്നങ്ങൾക്കാണ് തുടക്കം കുറിക്കുക. ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കൽ, ഒടുവിൽ ഫാറ്റി ലിവർ എന്നീ അവസ്ഥയ്ക്ക് ഇത് കാരണമാകും. കാലക്രമേണ ഈ പ്രശ്നങ്ങൾ ഫൈബ്രോസിസ്, അതായത് കരളിലെ ടിഷ്യൂകളിൽ അപകടകരമായ മാറ്റങ്ങൾ വരുത്തുകയും സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്കും കടക്കാം. പരിഹാരം: ദിവസേന കുറഞ്ഞത് 30 മിനിറ്റ് വ്യായാമം ചെയ്യുക. ശരിയായ ഭക്ഷണക്രമം പാലിക്കുക.